മോർണിംഗ് ടു ഓൾ. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ബാങ്കിങ് പഠിച്ചു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. മെയിൻലി 4 ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണുള്ളത്. സേവിങ് ബാങ്ക് അക്കൗണ്ട്, റിക്കറിങ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്. ഇങ്ങനെ 4 അക്കൗണ്ട്സ് ആണ് നമുക്ക് മെയിനായിട്ട് ഉള്ളത്. ഇതിൽ രണ്ടായിട്ട് നമ്മളിതിനെ അതായത് ഇപ്പോൾ ബാങ്കിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലും അതായത് കസ്റ്റമേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിലും നമ്മളൊരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അതായത് ബാങ്കേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ കോസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റാണ്, ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ സേവിങ് ഡെപ്പോസിറ്റിനും കറണ്ട് ഡെപ്പോസിറ്റിനും ലോ കോസ്റ്റാണ്, അതായത് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിക്കറിങ് ഡെപ്പോസിറ്റിനും ഫിക്സഡ് ഡെപ്പോസിറ്റിനും ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്ക് കൊടുക്കേണ്ടി വരാം. നമുക്കറിയാലോ ഫിക്സഡ് ഡെപ്പോസിറ്റിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അതുപോലെ റിക്കറിങ് ഡെപ്പോസിറ്റിലൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടും. ഏതിനേക്കാളും സേവിങ് ഡെപ്പോസിറ്റിനേക്കാളും കറണ്ട് ഡെപ്പോസിറ്റിനേക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് റിക്കറിങ് ഡെപ്പോസിറ്റിനും ഫിക്സഡ് ഡെപ്പോസിറ്റിനും. ഈ സേവിങ് ഡെപ്പോസിറ്റിനെയും കറണ്ട് ഡെപ്പോസിറ്റിനെയും നമ്മൾ ഷോർട്ടാക്കി കാസ ഡെപ്പോസിറ്റ് എന്ന് പറയാം. കറണ്ട് അക്കൗണ്ടിങ് സേവിങ് അക്കൗണ്ട്, CA കറണ്ട് അക്കൗണ്ട്, SA സേവിങ് അക്കൗണ്ട്. ഇതിൻ്റെ ഷോർട്ട് ഫോം കാസ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ കാസ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. നെക്സ്റ്റ് പറയുന്നത് കസ്റ്റമേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. നമ്മൾ ഡെപ്പോസിറ്റേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നമ്മൾ 2 തരത്തിലുള്ള ഡെപ്പോസിറ്റാണ്, ഡിമാൻഡ് ഡെപ്പോസിറ്റും ടേം ഡെപ്പോസിറ്റും. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിത്ഡ്രോ ചെയ്യാം, സേവിങ് അക്കൗണ്ടും കറണ്ട് ഡെപ്പോസിറ്റും. പക്ഷേ ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് കാലത്തിലേക്കാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ 2 ഇയേഴ്സ് 3 ഇയേഴ്സ് 5 ഇയേഴ്സ് ആ ഒരു നിശ്ചിത ടൈം പീരീഡ് കഴിയാണ്ട് നമുക്കത് വിത്ഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ സേവിങ് ഡെപ്പോസിറ്റും കറണ്ട് ഡെപ്പോസിറ്റും വരും. ടേം ഡെപ്പോസിറ്റിൽ വരുന്നത് റിക്കറിങ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പം നമ്മൾ മൊത്തം 4 അക്കൗണ്ട്സിൻ്റെ കാര്യം പറഞ്ഞു. സേവിങ് ബാങ്ക് അക്കൗണ്ട്, റിക്കറിങ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറണ്ട് അക്കൗണ്ട്. ഇനി ഈ 4 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സേവിങ് ബാങ്ക് അക്കൗണ്ട്, ആ വേർഡിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇത് എൻകറേജ് ആൻഡ് മൊബിലൈസ് സ്മോൾ സേവിങ് ഓഫ് ദി പബ്ലിക്കിൻ്റെ സേവിങ്സ് ഇൻക്രീസ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് സേവിങ് ബാങ്ക് അക്കൗണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. ഈ സേവിങ് ബാങ്ക് അക്കൗണ്ടിൽ മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് മിഡിൽ ആൻഡ് ലോ ഇൻകം പീപ്പിളിനെയാണ്, അല്ലാണ്ട് ട്രേഡേഴ്സിനെ അല്ല ഈ സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റിൽ നമുക്ക് ചെക്ക് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ദ എയിം ഓഫ് ദിസ് അക്കൗണ്ട് ഈസ് ടു എൻകറേജ് ആൻഡ് മൊബിലൈസ് സ്മോൾ സേവിങ്സ് ഓഫ് ദി പബ്ലിക്കിൻ്റെ സേവിങ്സ് ഇൻക്രീസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ സേവിങ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. സർട്ടൻ റെസ്ട്രിക്ഷൻസ് ആർ ഇമ്പോസ്ഡ് ഓൺ ദ ഡെപ്പോസിറ്റ് റിഗാർഡിംഗ് ദ നമ്പർ ഓഫ് വിത്ഡ്രോവൽസ് ആൻഡ് ദ എമൗണ്ട് ടു ബി വിത്ഡ്രോൺ ഇൻ എ ഗീവൺ പീരീഡ്. അതായത് എത്ര എമൗണ്ട് വരെ പിൻവലിക്കാം, അതുപോലെ തന്നെ എത്ര തവണയായിട്ട് പിൻവലിക്കാം, ഈ കാര്യങ്ങളൊക്കെ സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നോൺ ട്രേഡിംഗ് കസ്റ്റമേഴ്സിനാണ്. അതായത് ട്രേഡേഴ്സിന് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റിൽ അവർ ഉദ്ദേശിക്കുന്നില്ല, നോൺ ട്രേഡിംഗ് കസ്റ്റമേഴ്സിനാണ്. ഇറ്റ് മെയിൻലി പ്രിഫേർഡ് ബൈ മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്സ്. മിഡിലും ലോ ഇൻകം ഗ്രൂപ്പ്സിനെയാണ് അവർ പ്രിഫർ ചെയ്യണത്, അല്ലാണ്ട് ട്രേഡേഴ്സിനെ അല്ല, അതുപോലെ തന്നെ ഹൈ ഇൻകം ഗ്രൂപ്പത്തിനെ അല്ല. ഇവരുടെ മിഡിൽ ഇൻകത്തിൻ്റെയും ലോ ഇൻകത്തിൻ്റെയും സേവിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യാനാണ് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. Farmers or small traders generally open such account. The minimum balance required for SBI കസ്റ്റമേഴ്സ് വേരീസ് ഡിപ്പെൻഡ് അപ്പോൺ. അതായത് മിനിമം ബാലൻസ് വേണ്ടി വരുന്നത് ഇപ്പോൾ സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെ മിനിമം ഡെപ്പോസിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു സ്ഥലങ്ങളിൽ, ഇപ്പോൾ മെട്രോ, അർബൻ, സെമി അർബൻ, റൂറൽ, ഇതിലെല്ലാത്തിലും ഈ മിനിമം ബാലൻസിന് വേരിയേഷൻ വരും.
അതാണ് അതിൽ പറയുന്നത്. അപ്പോൾ സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് നോൺ ട്രേഡിംഗ് കസ്റ്റമേഴ്സിനെയാണ്. അതുപോലെ തന്നെ നോൺ ട്രേഡിംഗ് കസ്റ്റമേഴ്സിനെ അല്ലാണ്ട് ട്രേഡേഴ്സിനല്ല, ലോ ആൻഡ് മിഡിൽ ഇൻകം കസ്റ്റമേഴ്സിനെ അവർ കൂടുതൽ അട്രാക്റ്റ് ചെയ്യണേ. പിന്നെ ഓരോ ടൈമിൽ എത്ര രൂപ പിൻവലിക്കാം, എത്ര തവണയായിട്ട് പിൻവലിക്കാം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു റിസ്ട്രിക്ഷൻസ് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റിന് ഉണ്ട്. നമ്മൾ സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെ ഫീച്ചേഴ്സാണ് നോക്കുന്നത്. ഫസ്റ്റ് ഫീച്ചേഴ്സ് പറയുന്നത് ഇറ്റ് ഈസ് ജനറലി മീൻ ഫോർ മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്സ്. നമ്മൾ പറഞ്ഞില്ലേ, മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്സിൻ്റെ സേവിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യാനാണ് സേവിങ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തേക്കുന്നത്. എ സേവിങ് ബാങ്ക് അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺഡ് വിത്ത് വെരി സ്മോൾ ഡെപ്പോസിറ്റ്. 100 റുപ്പീസ് വെച്ച് ഇത് ഓപ്പൺ ചെയ്യാം. അതിൽ മിനിമം വേണ്ട ബാലൻസ് 1000 ആണ്. In a saving bank account, a customer can deposit any amount subject to minimum of ₹5. ഒരു കസ്റ്റമേഴ്സിന് എത്ര രൂപ വേണമെങ്കിലും സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് വെച്ച് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. Certain restrictions are imposed on withdrawal of deposit. These are the restriction to the number and the amount of withdrawal during a specific period. ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് എത്ര എമൗണ്ട് വരെ ഡെപ്പോസിറ്റ് ചെയ്യാം, എത്ര പ്രാവശ്യം അതിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാം, എത്ര എമൗണ്ട് വിത്ഡ്രോ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു റിസ്ട്രിക്ഷൻ ഇതിൽ പറയുന്നുണ്ട്, സേവിങ് ബാങ്ക് അക്കൗണ്ടിൽ പറയുന്നുണ്ട്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ബൈ ദ സേവിങ്, അതായത് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ്, for deposit product like a saving bank account or a current account, bank normally stipulated certain minimum balance to be maintained as a part of terms and minimum balance വേണമെന്നുണ്ട്. പക്ഷേ ബട്ട് പീപ്പിൾ ബിലോ ദ പ്രോവർട്ടി ലൈനിലുള്ളവർക്ക് ആ ഒരു ബാങ്ക്സ് എൻകറേജ് ദ ഓപ്പണിംഗ് ഓഫ് നോ ഫ്രിൽസ് അക്കൗണ്ട്സ്. അതായത് ഈ മിനിമം ബാലൻസ് ഇല്ലാണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് അതായത് പോവർട്ടി ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ളവർക്ക് നോ ഫ്രിൽസ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട്സ്, അതും പറഞ്ഞ് നമുക്ക് ഈ അക്കൗണ്ട്സ് അതായത് മിനിമം ബാലൻസ് വേണ്ട. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോൾ സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മെയിനായിട്ട് നമ്മൾ മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പിനെയാണ് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി റിക്കറിങ് ഡെപ്പോസിറ്റ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹൈ ഇൻകം ലെവലുള്ളവരെയാണ്. അതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മന്തിലും റിക്കറിങ് ഡെപ്പോസിറ്റിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ആ എമൗണ്ട് റീപെയ്ഡ് ചെയ്യും. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണ് റിക്കറിങ് ഡെപ്പോസിറ്റിൻ്റെ. നമ്മൾ കോസ്റ്റ് ഓഫ് അതിൽ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, റിക്കറിങ് ഡെപ്പോസിറ്റിനും ഫിക്സഡ് ഡെപ്പോസിറ്റിനും ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ബാങ്കുകാർ പ്രൊവൈഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് റിക്കറിങ് ഡെപ്പോസിറ്റ് നോക്കാം. ദ പർപ്പസ് ഓഫ് ദിസ് അക്കൗണ്ട് ഈസ് ടു എൻകറേജ് റെഗുലർ സേവിങ് ബൈ ദ പബ്ലിക്, പർട്ടിക്കുലർലി ബൈ ഫിക്സഡ് ഇൻകം ഗ്രൂപ്പ്. ഫിക്സഡ് ഇൻകം ഗ്രൂപ്പിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ സാലറി ഒക്കെ ഉള്ളവർ, ഫിക്സഡ് ആയിട്ട് വരുമാനമുള്ളത്. ജനറലി മണി ഇൻ ദിസ് അക്കൗണ്ട് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് ഫോർ എ ഫിക്സഡ് പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും ആൻഡ് റീപെയ്ഡ് ടു ഡെപ്പോസിറ്റ്, അത് ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കും എലോങ് വിത്ത് ഇൻട്രസ്റ്റ്. അതായത് ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് ഉൾപ്പെടെ ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, റിക്കറിങ് ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരിക്കും. ഏകദേശം ഫിക്സഡ് ഡെപ്പോസിറ്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ റിക്കറിങ് ഡെപ്പോസിറ്റിനും കിട്ടും. നെക്സ്റ്റ് വരുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അതിനു മുമ്പ് നമുക്ക് റിക്കറിങ് ഡെപ്പോസിറ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ പറഞ്ഞു റിക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റെഗുലർ മന്ത്ലി ഇൻകം ഉള്ളവരെയാണ് റിക്കറിങ് ഡെപ്പോസിറ്റിൽ എയിം ചെയ്യുന്നത്. എ ഡെപ്പോസിറ്റ് ക്യാൻ ഡെപ്പോസിറ്റ് എ ഫിക്സഡ് എമൗണ്ട് എവറി മന്ത്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും അവർ ഡെപ്പോസിറ്റ് ചെയ്യണം. certain account holders are allowed to withdraw money even before the expiry of the stipulated period. In such a case, depositors has to forego their interest or sometime they earn only a lower rate. ചില കേസുകളിൽ വരുമ്പോൾ അവർക്ക് നേരത്തെ പിൻവലിക്കാനുണ്ട്, പക്ഷെ അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. അതുപോലെ ചില റിസ്ട്രിക്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ റിക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഫിക്സഡ് ഇൻകം കിട്ടുന്നവരെ ഉദ്ദേശിച്ചാണ് ഈ റിക്കറിങ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ സെയിം ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് കിട്ടുക. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്.
ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഫിക്സഡ് പീരീഡിലേക്ക് വേണ്ടിയാണ്. ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. നമുക്ക് നോക്കാം. മണി ഇൻ ദീസ് അക്കൗണ്ട് ഈസ് ഡെപ്പോസിറ്റഡ് ഫോർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം ആൻഡ് കനോട്ട് ബി വിത്ഡ്രോൺ ബിഫോർ ദ എക്സ്പയറി ഓഫ് ദാറ്റ് പീരീഡ്. ഒരു പർട്ടിക്കുലർ ടൈം, ഇപ്പോൾ 4 ഇയേഴ്സിനാണ് വെച്ചതെന്ന് വെച്ചാൽ 4 ഇയേഴ്സ് ആവാണ്ട് നമ്മൾ പിന്നെ വിത്ഡ്രോ ചെയ്യാൻ പാടില്ല മണി. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദിസ് അക്കൗണ്ട് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓൺ എനി ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്. നമ്മൾ പറഞ്ഞു റിക്കറിംഗ് ഡെപ്പോസിറ്റിനും അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിനുമാണ് ഏറ്റവും കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണ്ടത്. ദ ലോങ്ങർ ദ പീരീഡ് ദ ഹയർ വിൽ ബി ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എത്ര കൂടുതൽ കാലത്തേക്ക് ഇടണോ അത്രയും നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അപ്പോൾ സേവിങ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നമ്മൾ പഠിച്ചത് മെയിനായിട്ട് അവർ എയിം ചെയ്യുന്നത് മിഡിൽ ആൻഡ് ലോ ഇൻകത്തിനെയാണ്. റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ അവർ എയിം ചെയ്യുന്നത് റെഗുലർ ബേസിസിൽ ഇൻകം കിട്ടുന്നവരെ, ഫിക്സഡ് ഇൻകം എല്ലാ മാസവും കിട്ടുന്നവരെയാണ് നമ്മൾ റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് ടൈമിലേക്ക് നമ്മൾ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ആ ടൈം കഴിയാണ്ട് നമുക്ക് എമൗണ്ട് പിൻവലിക്കാൻ പറ്റില്ല. അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ വന്നത്. നെക്സ്റ്റ് വന്നത് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും അവർ ഉദ്ദേശിക്കുന്നത് ട്രേഡേഴ്സിനും ബിസിനസ്മാനുമാണ്. അവർ ഒരു ദിവസം തന്നെ അവർക്ക് പല നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് നടത്തേണ്ടി വരും. അപ്പോൾ എത്ര എമൗണ്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവർക്ക് വിത്ഡ്രോ ചെയ്യാനും അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും. മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ട്രേഡേഴ്സിനെയാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നോർമലി കൊടുക്കാറില്ല. അത്രയും കറണ്ട് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ കുറവായിരിക്കും. These accounts are generally maintained by traders and businessmen who had to make a number of payments every ഡേ. എല്ലാ ദിവസവും കുറേ പേയ്മെൻറ്റ്സ് നടക്കാനും വിത്ഡ്രോ ചെയ്യാനും ഉണ്ടാവും. അവർ ഉദ്ദേശിച്ചാണ് കറണ്ട് അക്കൗണ്ട്. അപ്പം മെയിൻലി ബിസിനസ്മാനെയും ട്രേഡേഴ്സിനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. In such amount as desired by the normally no interest is paid on this account, rather the depositors has to pay certain incidental charges. അതായത് ആ ബാങ്കുകാർക്ക് കുറച്ച് ഇൻസിഡൻ്റൽ ചാർജസ്, അവർ ആ ഫണ്ട് അതുപോലെ വയ്ക്കാനും അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും വിത്ഡ്രോ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് ഇൻസിഡൻ്റൽ ചാർജസ് അഡീഷണലായിട്ട് പേ ചെയ്യണം ആര്, കറണ്ട് അക്കൗണ്ടുകാർ. കറണ്ട് അക്കൗണ്ട്സ് ആർ ഓൾസോ കോൾഡ്, കറണ്ട് അക്കൗണ്ടിന് പറയുന്ന വേറെ പേരാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ഡിമാൻഡ് ലയബിലിറ്റി. നമ്മൾ കറണ്ട് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞത് തന്നെയാണ് കറണ്ട് അക്കൗണ്ട് മെയിൻലി ഉദ്ദേശിക്കുന്നത് ട്രേഡ് പർപ്പസിനാണ്. അവർക്ക് എത്ര എമൗണ്ട്, അതാണ് പറയുന്നത് നോ റെസ്ട്രിക്ഷൻസ് ആർ ഇമ്പോസ്ഡ് ഓൺ ദി എമൗണ്ട് ആൻഡ് എത്ര എമൗണ്ട് വേണമെങ്കിലും വിത്ഡ്രോ ചെയ്യാനും ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഒരു ബാങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ലിക്വിഡ് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ പേരിൽ. പിന്നെ അവർ ഇൻസിഡൻ്റൽ ചാർജസ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് ഇൻസിഡൻ്റൽ ചാർജസ് ഇതുപോലെ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ആ ട്രേഡർ കുറച്ച് എമൗണ്ട് ഇൻസിഡൻ്റൽ ചാർജസ് ആയിട്ട് ബാങ്കിന് കൊടുക്കണം. പിന്നെ ദ അക്കൗണ്ട് ഹോൾഡർ ഈസ് അലൗഡ് ദ ഫെസിലിറ്റി ഓഫ് സെൻഡിങ് ബിൽസ് ചെക്ക് ഫോർ കളക്ഷൻ ഇൻക്ലൂഡിങ് തേർഡ് പാർട്ടി ചെക്ക്. ഈ തേർഡ് പാർട്ടി ചെക്ക് ആയാലും എന്തിൻ്റെ ആയാലും കളക്ഷനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഡെപ്പോസിറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ പെയിൻ സ്ലിപ്പ് ആൻഡ് വിത്ഡ്രോ. ഈ കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പെയിൻ സ്ലിപ്പ് വഴിയും അതുപോലെ തന്നെ വിത്ഡ്രോ ചെയ്യുന്നത് ചെക്ക് വഴിയാണ്. അപ്പം നമ്മളിന്ന് 4 അക്കൗണ്ട്സാണ് പഠിച്ചത്. ഫസ്റ്റ് സേവിങ് ഡെപ്പോസിറ്റ്. സേവിങ് ഡെപ്പോസിറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ സേവിങ് ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് പഠിച്ചത് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ഇൻകം ഗ്രൂപ്പിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഫിക്സഡ് ഇൻകം പർട്ടിക്കുലർ എമൗണ്ട് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ആ പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ എമൗണ്ട് വിത്ഡ്രോ ചെയ്യാം. ഇതിൻ്റെ റിക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. നെക്സ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. നമുക്കറിയാം ഒരു ഫിക്സഡ് പീരീഡിലേക്ക് വേണ്ടി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് കറണ്ട് അക്കൗണ്ട്. നമുക്കറിയാം കറണ്ട് അക്കൗണ്ട് മെയിൻലി ആയിട്ട് ഉദ്ദേശിക്കുന്നത് ട്രേഡേഴ്സിനെയാണ്. അവർക്ക് ഹ്യൂജ് എമൗണ്ട് എപ്പോൾ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും അവർക്ക് വിത്ഡ്രോ ചെയ്യാം. ഇതിനു വേണ്ടി അവർ ഇൻസിഡൻ്റൽ ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജ് ബാങ്കിന് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ക്ലിയർ ആയില്ല? ഓക്കെ, താങ്ക് യു.